ഇന്ന് കാണാൻ പോകുന്നതാണ് വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ. സോ നമ്മൾ റൈറ്റ് ഷെയർസ് എന്താണ് എന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ റൈറ്റ് ഷെയർസ്. അങ്ങനെയുള്ള ഷെയർസിനെയാണ് റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. സോ കമ്പാരിറ്റീവ്ലി റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസിനേക്കാളും ലോവർ പ്രൈസിലായിരിക്കും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നുണ്ടാവുക. സോ അതെന്താണ് അവർക്ക്? ഇറ്റ്സ് എ ഗെയിൻ ഫോർ ദം. സോ മണി വാല്യൂ ഓഫ് സച്ച് ഗെയിൻ ഇസ് നോൺ ആസ് വാല്യൂ ഓഫ് റൈറ്റ്, അല്ലെങ്കിൽ പ്രീഎംപ്റ്റീവ് റൈറ്റ് എന്നും പറയും അതിനെ. ഓക്കെ, പ്രീഎംപ്റ്റീവ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീഎംപ്റ്റീവ് ഷെയർസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഷെയർസിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വേറെ പബ്ലിക്കിന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എക്സ്ക്ലൂസീവ്ലി നമ്മൾ ഇവർക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യും. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ അവർക്കാണ് ഫസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രീഎംപ്റ്റീവ് ഷെയർസ്, അല്ലെങ്കിൽ ഈ ഒരു റൈറ്റിനെ പ്രീഎംപ്റ്റീവ് റൈറ്റ് എന്നും പറയും. ഓക്കെ, സോ വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് മെത്തേഡുകളാണ് പറയുന്നത്. ഫസ്റ്റ് മെത്തേഡിൽ ദർ ആർ 3 steps. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് മെത്തേഡിൽ സിംഗിൾ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് തന്നെ വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് രണ്ട് മെത്തേഡും പഠിക്കണം. ഫസ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം. മെത്തേഡ് 1 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് 1, calculating, we are going to calculate the total price of all shares. ടോട്ടൽ പ്രൈസ് ആണ് ഈ ഒരു സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓഫ് ഓൾ ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർസ് പ്ലസ് റൈറ്റ് ഷെയർസ്. ഓക്കെ, റൈറ്റ് ഇഷ്യൂ വെച്ചിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസും എന്ത് വരും? ഓൾ ഷെയർസിൽ വരും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് 1 നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് എടുത്തെഴുതുക. എക്സിസ്റ്റിംഗ് ഷെയർസിന്റെ മാർക്കറ്റ് പ്രൈസ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇത് തന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് ഇതിനോടൊപ്പം നമുക്ക് എന്ത് ആഡ് ചെയ്യണം? ഈ എക്സിസ്റ്റിംഗ് ഷെയറിന്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ട് എത്ര ഷെയർസ് ആണ് റൈറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ആ ഒരു റൈറ്റ് ഇഷ്യൂവിന്റെ ഇഷ്യൂ പ്രൈസ് ആഡ് ചെയ്യണം. ഇഷ്യൂ പ്രൈസ് ഓഫ് proportionate right shares. ഓക്കെ, സോ അതിലൊരു എമൗണ്ട് വരും, ആ ഒരു എമൗണ്ടും എടുത്തെഴുതുന്നു. ആൻഡ് വി വിൽ ഗെറ്റ് വാട്ട്? ടോട്ടൽ പ്രൈസ്. ഓക്കെ, സോ ദിസ് ഇസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ മെത്തേഡ് 1. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പ് നമ്പർ 2 ആയിട്ട് നമുക്ക് വരുന്നത് എന്താണ്? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ആവറേജ് പ്രൈസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എഴുതേണ്ടത് ആവറേജ് പ്രൈസ് ഓഫ് ഷെയർസ് ആണ്. ആവറേജ് പ്രൈസ് ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് അനദർ ഫോർമുല. അപ്പോൾ നമ്മൾ ആവറേജ് പ്രൈസ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. That will be equal to ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ടോട്ടൽ പ്രൈസ് ആസ് പെർ സ്റ്റെപ്പ് 1. ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർസ്. ഓക്കെ, ടോട്ടൽ ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർസ് പ്ലസ് റൈറ്റ് ഷെയർസ്. സോ ടോട്ടൽ ഷെയർസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് പ്ലസ് number of right shares. അതാണ് ഡിനോമിനേറ്റർ ആയിട്ട് വരിക. സോ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we will get the average price of share. ആൻഡ് സ്റ്റെപ്പ് 3 ആയിട്ട് നമുക്ക് വരുന്നത് എന്താണ്? ഫൈനൽ സ്റ്റെപ്പാണ് വാല്യൂ ഓഫ് റൈറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ചെയ്യാം? വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയറിൽ നിന്ന് സെക്കൻഡ് സ്റ്റെപ്പിൽ ആവറേജ് പ്രൈസ് ഓഫ് ഷെയർ ലെസ് ചെയ്യും.
സോ കുറച്ച് സ്റ്റെപ്പ് വരുന്ന ഒരു മെത്തേഡാണിത്. ഇത് നിങ്ങൾ പഠിക്കേണ്ട മെത്തേഡാണ്. നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുക അങ്ങനെയല്ല വരുന്നത്. നമുക്ക് എന്താണ് ചില സമയങ്ങളിൽ ആവറേജ് പ്രൈസ് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരും. ചില സമയങ്ങളിൽ ടോട്ടൽ പ്രൈസ് ഓഫ് ഷെയർസ് കണ്ടുപിടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ആവറേജ് പ്രൈസ് ഓഫ് ഷെയർ കണ്ടുപിടിക്കുക, ആൻഡ് ഫൈനലി വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കുക. അങ്ങനെ സബ് ഡിവിഷനായിട്ട് ചോദിക്കും. ഇനി സ്റ്റെപ്പ് നമ്പർ 2 ആവറേജ് പ്രൈസ് ഓഫ് ഷെയർസിനെ തന്നെയാണ് നമ്മൾ തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് എന്നും കൂടി അതിനെ പറയും. സോ ചില ക്വസ്റ്റ്യനുകളിൽ തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. സോ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ പഠിക്കേണ്ടത് നെസസറി ആണ്. ഇനി മെത്തേഡ് 1 കഴിഞ്ഞു. മെത്തേഡ് 2 എന്താണെന്നുള്ളത് നമുക്ക് എഴുതാം. സോ മെത്തേഡ് 2ന്റെ ടൈമിൽ ഇങ്ങനെ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് ചെയ്യേണ്ട സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സോ വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സിംഗിൾ സ്റ്റെപ്പായിട്ടുള്ള സിംഗിൾ ഫോർമുല എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രൈസ് അല്ല, ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത് നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ഓർ നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർസ്. ടോട്ടൽ ഷെയർസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർസ് പ്ലസ് റൈറ്റ് ഷെയർസ് ആണ് ടോട്ടൽ ഷെയർസ് എന്ന് പറയുന്നത്, ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത് റൈറ്റ് ഷെയർസ് എത്രയാണോ റൈറ്റ് ഷെയർസിന്റെ എണ്ണം അതിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർസ് ഇൻ ദ കമ്പനി. ടോട്ടൽ ഷെയർസ് എന്ന് പറയുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ഷെയർസ് എത്രയാണ് പ്ലസ് റൈറ്റ് ഷെയർസും കൂടിയിട്ടുള്ളതാണ് ടോട്ടൽ ഷെയർസ് എന്ന് പറയുന്നത്. അത് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്. ഓക്കെ, സോ ഈ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ ഓഫ് റൈറ്റ് ഷെയർസ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഒരു ഫോർമുലയും കൂടി ഉണ്ട്, ആൻഡ് ദാറ്റ് ഇസ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ്. സോ വി ഹാവ് ടു ചില ക്വസ്റ്റ്യനുകളിൽ അതും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. സോ ആ ഒരു ഫോർമുലയും കൂടി നിങ്ങൾ പഠിക്കേണ്ടതാണ്. സോ അതും കൂടി ഒന്ന് എഴുതി വയ്ക്കാം. പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ, അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂവിന് ശേഷം ഷെയർ ക്യാപിറ്റലിൽ ഉണ്ടായിട്ടുള്ള ഇൻക്രീസ് അത് ഡിവൈഡഡ് ബൈ ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂ into 100. സോ പെർസെൻറ്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇൻറ്റു 100 ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ എന്താണ് റൈറ്റ് ഇഷ്യൂ വെച്ചിട്ട് ഷെയർ ക്യാപിറ്റലിൽ ഉണ്ടായിട്ടുള്ള ഇൻക്രീസ് അതിനെ ഡിവൈഡ് ചെയ്യുന്നു റൈറ്റ് ഇഷ്യൂവിന് മുമ്പായിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ വെച്ചുകൊണ്ട്. ആൻഡ് കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, സോ നമ്മൾ രണ്ട് മെത്തേഡിൽ വാല്യൂ ഓഫ് റൈറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് കണ്ടത്. വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് മെത്തേഡ്, രണ്ട് മെത്തേഡ് നിങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് മെത്തേഡിൽ ഒറ്റ സിംഗിൾ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് എന്താണ് വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. സോ ഇറ്റ് വിൽ ബി ക്ലിയർ ടു യു. നിങ്ങളുടെ തന്നെ ടെക്സ്റ്റില് പേജ് നമ്പർ 108 എക്സാമ്പിൾ നമ്പർ 5 ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 108 എക്സാമ്പിൾ നമ്പർ 5. സോ വാല്യൂ ഓഫ് റൈറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ കമ്പനി ഓഫേഴ്സ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ദ റൈറ്റ് ടു ബൈ 2 ഷെയർസ് അറ്റ് ₹150 ഫോർ എവറി 5 ഷെയർസ് ഓഫ് ₹100 ഈച്ച് ഹെൽഡ്. The market value of the share is ₹150 each. The existing equity share capital of the company is ₹30 lakhs. Calculate the value of the right and also the increase. Also show the percentage increase in share capital. Okay, so question എന്താണ് തന്നിട്ടുള്ളത്? ഒരു കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഇഷ്യൂ വെച്ചിട്ട് ഷെയർസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്, ഏത് റേഷ്യോയിലാണ് കൊടുക്കുന്നത്? 2 shares for every
5 ഷെയർസ് ആ റേഷ്യോയിലാണ് കൊടുക്കുന്നത്. ആൻഡ് കൊടുക്കുന്നത് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 115 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓരോ ഷെയറിനും 100 രൂപയാന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് എക്സിസ്റ്റിംഗ് ഷെയർസിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ. സോ 15 റുപ്പീസ് എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം എന്നുള്ള രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. മാർക്കറ്റ് വാല്യൂ ഓഫ് ദ 115 രൂപയിൽ 15 രൂപ വെച്ചിട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്താണ് പ്രീമിയത്തിൽ എന്നുള്ളൊരു രീതിയായിരിക്കും. മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർസ് ഈസ് 150 റുപ്പീസ്. 150 രൂപയുള്ള സംഭവം ഇവർക്ക് ഇപ്പൊ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? 115 രൂപയ്ക്കേ കൊടുക്കുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് എ ഗെയിൻ. മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ എന്ന് പറയുന്നത് 150 രൂപയാണ്. ആൻഡ് എക്സിസ്റ്റിംഗ് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഷോ വാല്യൂ ഓഫ് റൈറ്റും കാണണം, അതേമാതിരി തന്നെ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റലും കാണിക്കുന്നു. സോ നമുക്ക് ആദ്യം വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. വാല്യൂ ഓഫ് റൈറ്റ് ഫസ്റ്റ് മെത്തേഡ് പ്രകാരമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദർ വിൽ ബി 3 സ്റ്റെപ്സ്. സോ ഫസ്റ്റ് വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെത്തേഡ് 1 പ്രകാരം സ്റ്റെപ്പ് 1ൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ടോട്ടൽ പ്രൈസ് ഓഫ് ഷെയർസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് എന്ത് ചെയ്താൽ മതി? 2 ഷെയർസ് 5 ഷെയർസിന് 2 ഷെയർസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. സോ നമുക്ക് 5 ഷെയർസിന്റെ മാർക്കറ്റ് പ്രൈസ്, എക്സിസ്റ്റിംഗ് ഷെയർസിന്റെ 5 ഷെയർസിന്റെ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നമുക്ക് എന്താണ് പ്രൊപ്പോർഷനേറ്റ് റൈറ്റ് ഇഷ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു 2 റൈറ്റ് ഷെയർസിന്റെ ഇഷ്യൂ പ്രൈസ് ലെസ് ചെയ്യുന്ന പോലെയാണ് കാണിക്കേണ്ടത്. റേഷ്യോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞിട്ടുള്ള ടോട്ടൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 5 ഷെയർസിന് 2 റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്. സോ സ്റ്റെപ്പ് 1ൽ ടോട്ടൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ്. എക്സിസ്റ്റിംഗ് ഷെയർസ്. സോ ഞാനിവിടെ റേഷ്യോ സൈഡിൽ എഴുതി വയ്ക്കാം. റേഷ്യോ എന്ന് പറയുന്നത് 2:5 ആണ്. സോ എക്സിസ്റ്റിംഗ് ഈ 5 എന്ന് പറയുന്നതാണ് എക്സിസ്റ്റിംഗ് ഷെയർസ് ആൻഡ് 2 എന്ന് പറയുന്നത് അതിന്റെ ഈ 5 ഷെയർസിന് 2 റൈറ്റ് ഇഷ്യൂ വെച്ചിട്ടുള്ള ഷെയർസ് അല്ലെങ്കിൽ റൈറ്റ് ഷെയർസ് ആണ് കൊടുക്കുന്നത്. സോ റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നതാണ് 2 എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എക്സിസ്റ്റിംഗ് ഷെയർസ് ആയിട്ട് 5 എണ്ണം എടുത്താൽ മതി. 5 എണ്ണത്തിന് എത്രയാണ് മാർക്കറ്റ് പ്രൈസ് പറഞ്ഞിട്ടുള്ളത്? 150 രൂപയാണ്. അപ്പൊ 5 എണ്ണത്തിന് എന്ന് പറയുന്ന സമയത്ത് എത്ര വരും? 750 റുപ്പീസ് ആണ് വരിക. ആൻഡ് നെക്സ്റ്റ് ആഡ് ചെയ്യണം. ആഡ് ചെയ്യേണ്ടത് എന്താണ്? ഇഷ്യൂ പ്രൈസ് ഓഫ് പ്രൊപ്പോർഷനേറ്റ് റൈറ്റ് ഷെയർസ്. 5 ഷെയർസിന് 2 റൈറ്റ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ പ്രൊപ്പോർഷനേറ്റ് റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത് 2 എണ്ണം. ഒരെണ്ണത്തിന് എത്ര രൂപ വെച്ചിട്ടാണ്? ക്വസ്റ്റ്യൻ നമുക്ക് 115 രൂപ വെച്ചിട്ടാണ് റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. സോ 115 റുപ്പീസ് എന്ന് പറയുന്ന സമയത്ത് എത്ര വരും? 230 റുപ്പിയാണ് വരിക. സോ 230 റുപ്പി എന്ന് പറയുന്ന സമയത്ത് 980 ആണ് ടോട്ടൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ടോട്ടൽ പ്രൈസ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 980 റുപ്പീസ് ആണ്. സോ ദിസ് ഇസ് അവർ സ്റ്റെപ്പ് നമ്പർ 1. ഇനി സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? We have to calculate the average price of share. Average price of all shares. Average price of all shares കണ്ടുപിടിക്കാനുള്ള ഫോർമുല നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ പ്രൈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർസ്. സോ ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ആവറേജ് പ്രൈസ് ഓഫ് ഷെയർസ് is equal to ടോട്ടൽ പ്രൈസ്. സ്റ്റെപ്പ് 1ലെ ടോട്ടൽ പ്രൈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർസ്. സോ ടോട്ടൽ ഷെയർസ് എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ പ്ലസ് റൈറ്റ് ഷെയർസ് ആണ്. ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 980 റുപ്പീസ് ആണ്. സ്റ്റെപ്പ് 1ലെ ടോട്ടൽ പ്രൈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർസ്. ഷെയർസ് എന്ന് പറയുമ്പോൾ ഈ റേഷ്യോ അങ്ങ് പ്ലസ് ചെയ്ത് എഴുതി വെച്ചാൽ മതി. 2:5 പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ 2 + 5 7. So 2 + 5. This is the number of right shares and this is the existing shares. 5 എന്ന് പറയുന്നത് existing shares ആണ്. So 980 divided by 7 എന്ന് പറയുന്ന സമയത്ത് we will get 140.
ഓക്കെ 140 rupees ആണ് ആവറേജ് പ്രൈസ് ഓഫ് ഷെയർസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ആൻഡ് സ്റ്റെപ്പ് 3 എന്താണ്? സ്റ്റെപ്പ് 3 ഈസ് മാർക്കറ്റ് വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ ഫോർമുല ഈസ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസിൽ നിന്ന് എന്ത് ലെസ് ചെയ്താൽ മതി? ഈ ഒരു ആവറേജ് പ്രൈസ് ലെസ് ചെയ്താൽ മതി. ആവറേജ് പ്രൈസ് സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടിയിട്ടുള്ള ആവറേജ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മതി 150 rupees ആണ്. ഒരു ഷെയറിന് ഉള്ള മാർക്കറ്റ് പ്രൈസ് ആണ് നോക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ, ഓക്കെ, മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ എന്ന് പറയുന്നത് 150 rupees ആണ്. ആൻഡ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 140 രൂപയാണ് വരുന്നത്. സോ ഷെയർ ഹോൾഡറിന്റെ ഗെയിൻ അല്ലെങ്കിൽ വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 10 rupees ആണ് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് വാല്യൂ ഓഫ് റൈറ്റ് 3 സ്റ്റെപ്പ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതുള്ളൂ. ആൻഡ് മെത്തേഡ് 2 പ്രകാരം നമുക്ക് ഒറ്റ സിംഗിൾ ഫോർമുലയിൽ നമുക്ക് ഈ 10 rupees എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുന്നതിന്റെ ഫോർമുല എന്തായിരുന്നു? നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ് divided by total shares into market price minus issue price. സോ ഒറ്റ സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് ഈ ഒരു 10 rupees അല്ലെങ്കിൽ വാല്യൂ ഓഫ് റൈറ്റ് കിട്ടുമെന്ന് നോക്കാം. നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ് എന്ന് പറയുമ്പോൾ എല്ലാം ഈ റേഷ്യോ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. റൈറ്റ് ഷെയർസ് ഇവിടെ എത്രയാണ്? 2 ആണ് വരുന്നത്. 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർസ് എന്ന് പറയുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ഷെയർസ് പ്ലസ് റൈറ്റ് ഷെയർസ് എല്ലാതും ആ റേഷ്യോ വെച്ചിട്ട് തന്നെ 5 + 2 7 ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്ന സമയത്ത് 150 rupees ലെസ് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്ന സമയത്ത് 150 rupees. സോ നമുക്ക് എത്രയാണ്? 150 - 115 എന്ന് പറയുന്ന സമയത്ത് എത്ര വരും? 35 rupees വരും. സോ 35 2/7 ഇൻറ്റു 35 ആണ് വരുന്നത്. സോ 2 ഇൻറ്റു 7 35 5 ടൈംസ് പോവും. സോ അത് കട്ടായി പോവും. 5 എന്ന് പറയും. 2 ഇൻറ്റു 5 വിൽ ബി ഈക്വൽ ടു 10 rupees തന്നെയാണ് വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത്. സോ സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. സോ ദിസ് ഈസ് യുവർ വേ ഫോർ ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് റൈറ്റ്. സോ നമ്മൾ വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് നൗ വി ഹാവ് ടു ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. ഇനി അതാണ് അടുത്തത് കാണുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മുടെ അടുത്ത സബ് ഡിവിഷൻ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. സോ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ടായിരുന്നു. ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ divided by share capital before right issue into 100. ഓക്കെ, സോ നമുക്ക് ഇതിലും എന്താണ് നമ്മുടെ റേഷ്യോ വെച്ചിട്ടാണ് ഇതിലും നമ്മൾ റേഷ്യോ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് റേഷ്യോന്റെ ആവശ്യം ഉണ്ടാകുന്നുണ്ട്. സോ നമുക്ക് ജസ്റ്റ് എഴുതി വെക്കാം. റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരുന്നു? റേഷ്യോ ഓഫ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് 2:5 എന്നുള്ള റേഷ്യോ ആയിരുന്നു. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് റൈറ്റ് ഇഷ്യൂവിന്റെ ടൈമിൽ റൈറ്റ് ഇഷ്യൂ ചെയ്ത സമയത്ത് ഷെയർ ക്യാപിറ്റലിൽ വന്നിട്ടുള്ള ഇൻക്രീസ് അറിയണം. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ദ എക്സിസ്റ്റിംഗ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് 30 lakhs എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഓൾറെഡി നമുക്ക് എന്തറിയാം? ദിസ് വൺ ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂ 30 lakhs ആണെന്ന് അറിയാം. നമുക്ക് എന്താണ് അറിയേണ്ടത്? റൈറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ഷെയർ ക്യാപിറ്റലിൽ വന്നിട്ടുള്ള ഇൻക്രീസ് ആണ് നമുക്ക് അറിയേണ്ടത്. സോ ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ ദ റൈറ്റ് ഇഷ്യൂ കാണാൻ ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ
റൈറ്റ് ഇഷ്യൂ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂവിനെ ഈ ഒരു റേഷ്യോ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂ ഇൻറ്റു റേഷ്യോ. ഓക്കെ, സോ ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂ എത്രയാണ്? 30 lakhs. ഓക്കെ, 30 lakhs വരും. ഓക്കെ, ഇൻറ്റു 2/5. സോ എത്രയാണ്? 12 lakhs. 12 lakhs ആണ് എന്താണ് റൈറ്റ് ഇഷ്യൂവിന് ശേഷം വന്നിട്ടുള്ള ഷെയർ ക്യാപിറ്റലിൽ. ഓക്കെ, ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂവിന് ശേഷം 12 ലക്ഷം ആണ് വന്നിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ കാണാം. നൗ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? 12 lakhsനെ ഡിവൈഡഡ് ബൈ 30 lakhs ഇൻറ്റു 100 എത്രയാവും കിട്ടുക? 40% കിട്ടും. ഓക്കെ, 12 lakhs ഡിവൈഡഡ് ബൈ 30 lakhs എന്ന് പറയുന്ന സമയത്ത് 40% ആണ് കിട്ടുക. കട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. സോ ഈ പൂജ്യങ്ങൾ കട്ടായി പോകും. 12/30 എന്ന് പറയുമ്പോൾ ദിസ് വിൽ ഗോ ഇൻ 6ന്റെ ഇതിൽ പോകും. 6 എന്ന് പറയുന്ന സമയത്ത് 2 and 6 5 are 30. സോ 500 എന്ന് പറയുന്ന സമയത്ത് 20. 2 into 20 എന്ന് പറയുമ്പോൾ 40% ആണ് ഷെയർ ക്യാപിറ്റലിൽ വന്നിട്ടുള്ള ഇൻക്രീസ് എന്ന് പറയുന്നത്. പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ 40% ആണ് വന്നിട്ടുള്ളത്. So this is how you will calculate the value of right and percentage increase in share capital. സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. എല്ലാ ഫോർമുലയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് വെരി ഈസിലി. സോ എല്ലാവരും ഫോർമുല പഠിക്കുക, എല്ലാവരും പ്രോബ്ലം ചെയ്ത് നോക്കുക. ഇതേ ടൈപ്പ് പ്രോബ്ലം നിങ്ങൾക്ക് ഇല്ലുസ്ട്രേഷനിൽ കുറേ വന്നിട്ടുണ്ട്. ഇല്ലുസ്ട്രേഷൻ 4, 5, 6. ഓക്കെ, അതെല്ലാതും ഈ ഒരു ടൈപ്പ് പ്രോബ്ലം തന്നെയാണ്. സോ വർക്ക്ഔട്ട് ചെയ്യുക. അതേമാതിരി ഹോംവർക്ക് തരും. സോ ഹോംവർക്കും ചെയ്യാം. ഓക്കെ, താങ്ക് യു ആൾ.